എന്റെ സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ സഹിക്കും. പക്ഷേ എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എങ്കിൽ നാളെ മുതൽ വ്രതം ആരംഭിക്കാം. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. അഷ്ടമത്തിൽ ഗ്രഹയോഗങ്ങൾ നൽകുന്നതെല്ലാം ദുസ്സൂചനകൾ മാത്രമാണ്. ഇങ്ങനെ പറഞ്ഞാ എങ്ങനെ മനസ്സിലാക്കാനാ? ഒന്നുകൂടി വിശദീകരിച്ച് പറയാമോ ജോത്സരെ? നഷ്ടങ്ങളുടെയും ദുഃഖങ്ങളുടെയും കാലം ഉയർച്ചകൾക്ക് ശേഷം വലിയ താഴ്ചയാണ് ഇനി വരാനുള്ളത്. എന്ന് പറഞ്ഞ ഇന്ന് കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. സമ്പത്തും സൗഭാഗ്യങ്ങളും വീടും ബന്ധങ്ങളുമെല്ലാം. സ്വന്തം മകൾ പോലും നഷ്ടപ്പെടാനാണ് യോഗം. അയ്യോ, ജോത്സൻ എന്തൊക്കെയാ പറയുന്നേ? അത്രയ്ക്ക് വലിയ പാപമൊന്നും ചെയ്യുന്ന ആളല്ല അവന്തിക. അതെനിക്കറിയില്ല. കവടിപ്പലകയിൽ കണ്ടതാണ് ഞാൻ പറഞ്ഞത്. മകളുമായി ജന്മബന്ധം ഇല്ല അല്ലേ എന്ന് പറഞ്ഞാൽ മകളെ ദത്തെടുത്തതാണല്ലേ? അതെ. പക്ഷേ രക്തത്തെ തേടി വരുന്നത് കാലത്തിന്റെ നിശ്ചയമാണ്. അതിനെ തടയാനാവില്ല. എന്ന് പറഞ്ഞാ എന്റെ മകളെ ഞാൻ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നാണോ? അങ്ങനെയാണ് ഫലങ്ങൾ കാണുന്നത്. ജീവൻ പോയാലും അത് നടക്കില്ല. ജോത്സരെ, എന്റെ മകളെ ഞാൻ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. അവന്തിയുടെ പ്രാണനാണ് ആ കുഞ്ഞ്. ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടേ പറ്റൂ ജോത്സരെ. ഈശ്വരാനുഗ്രഹത്തിന്റെ ഒരു നോട്ടം പോലും കാണുന്നില്ല. ചിലതൊക്കെ അനുഭവിച്ചേ മതിയാകൂ. അപ്പോ ഇതിന് പരിഹാരമൊന്നും ഇല്ലെന്നാണോ ജോത്സര് പറയുന്നത്? പരിഹാരമുണ്ട്, പക്ഷേ അത് കുറച്ച് കഠിനമാണ്. ഉഗ്രമൂർത്തികൾ പ്രസാദിച്ചാൽ മാത്രമേ ഈ കടമ്പ കടക്കാൻ പറ്റൂ. ആ മൂർത്തികളെ പ്രസാദിപ്പിക്കാൻ കഴിയുമോ? അതെ, എന്റെ മകൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എങ്കിൽ പരിഹാരം ഞാൻ പറയാം. കഠിനമായ വ്രതത്തോടെ കീഴ്പള്ളി തേവരുടെ മുമ്പിൽ അഗ്നിക്കാവടി എടുക്കണം. അയ്യോ, അഗ്നിക്കാവടിയോ? അതൊക്കെ വേണോ ജോത്സരെ? ദോഷങ്ങൾ മാറണമെങ്കിൽ അത് വേണം. പക്ഷേ ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. മാരിയമ്മന് മുന്നിൽ 21 ചൂരലടി. ചെയ്തുപോയ പാപങ്ങൾ പോകാൻ ഇതേ വഴിയുള്ളൂ. ചൂരലടി എന്ന് പറഞ്ഞ? മാരിയമ്മന്റെ മുമ്പിൽ പൂജിച്ച ചൂരൽ കൊണ്ട് പൂജാരി 21 അടി അടിക്കും. അതുകൊണ്ടാൽ ഇതുവരെ ചെയ്ത പാപങ്ങളെല്ലാം പോകും എന്നാണ് വിശ്വാസം. പിന്നെ മലമുകളിലെ കാലഭൈരവന് 108 കുടം ജലം കൊണ്ട് ജലധാര. അത് സ്വയം ചെയ്യണം. എന്താ, ഇതെല്ലാം ചെയ്യാൻ സാധിക്കുമോ? അയ്യോ, ഇതൊന്നും വേണ്ട ജോത്സരെ. ഇത്രയും കഷ്ടപ്പാടൊന്നും ചെയ്യാൻ അവന്തിക്ക് പറ്റില്ല. വേറെ എന്തെങ്കിലും ചെറിയ വഴിപാട് വല്ലതും ഉണ്ടോ? വേണ്ട, ഞാൻ ചെയ്യാം. എന്റെ സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ സഹിക്കും. പക്ഷേ എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എങ്കിൽ നാളെ മുതൽ വ്രതം ആരംഭിക്കാം. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ പറഞ്ഞതെല്ലാം ചെയ്യാമെന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. അവന്തിയെ, നീ എന്നെ വിശ്വസിച്ചത് നിന്റെ തെറ്റ്. ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് ഞാൻ നിന്റെ മുമ്പിൽ അഭിനയിച്ചത് എന്റെ മിടുക്ക്. ഇപ്പം ജോത്സ്യം വിധിച്ചത് എന്റെ തീരുമാനം. ഇതുവരെ നീ ചെയ്ത പാപങ്ങൾക്ക് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ അത് തീരും വരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും.
തീരുമാനം എടുത്ത് കഴിഞ്ഞു രാജീവ്. ഞാൻ തിരിച്ചു പോവാ എന്റെ സച്ചേട്ടനിലേക്ക്. ഇപ്പോഴെങ്കിലും ഞാൻ തിരിച്ചു പോയില്ലെങ്കിൽ എന്റെ സച്ചേട്ടൻ എനിക്ക് നഷ്ടപ്പെടും. എന്റെ ജീവിതം കൈവിട്ടു പോവും. സമൃദ്ധ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? ഇത് അപകടമാണ്. ഗോകുലിന് ഇത് താങ്ങാൻ പറ്റില്ല. എന്താ സമൃദ്ധ ചിന്തിക്കാത്തത്? ഇപ്പൊ ഞാൻ ഈ തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നെ എന്റെ സച്ചേട്ടൻ ഉണ്ടാവില്ല. എന്റെ സച്ചേട്ടനില്ലെങ്കിൽ പിന്നെ ഞാനുമില്ല. ഒരു ദുരന്തം വിതച്ചിട്ട് വേണമെങ്കിൽ സമൃദ്ധിക്ക് ഇറങ്ങിപ്പോവാം. അങ്ങനെ പോയാൽ സമൃദ്ധിക്ക് സച്ചിയുടെ കൂടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ? എനിക്കൊന്നും അറിയില്ല രാജീവ്. പക്ഷെ എന്ത് സംഭവിച്ചാലും എനിക്കിപ്പോ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ മാത്രമേ പറ്റൂ. എന്റെ സച്ചേട്ടന്റെ കുടുംബത്തിന്റെ ഒക്കെ അവസ്ഥ നേരിട്ട് കണ്ടപ്പോ എന്റെ ഹൃദയം നുറുങ്ങിപ്പോവാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ സച്ചേട്ടനെ ഇനിയും ദ്രോഹിക്കാൻ എനിക്ക് വയ്യ. സച്ചിയെ ദ്രോഹിക്കണമെന്നോ അർച്ചന തിരിച്ചു പോണ്ടെന്നോ ആരും പറയുന്നില്ല. പക്ഷേ അതിനൊരു സാവകാശം ഗോകുലിന് കൊടുത്തേ പറ്റൂ. ഇത് ഞാൻ മുമ്പും സമൃദ്ധയോട് പറഞ്ഞതാണ്. സത്യത്തിൽ ഗോകുൽ ഇപ്പോൾ ഏത് അവസ്ഥയിലാണുള്ളതെന്ന് ഭാര്യയായിട്ട് ജീവിക്കുന്ന സമൃദ്ധയ്ക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. അയാൾക്ക് ഉറക്കമില്ല. ഉറങ്ങാൻ വേണ്ടി മരുന്ന് കഴിക്കുന്നു. മാനസിക നില നേരെ നിൽക്കുന്നില്ല. അതിനുവേണ്ടി തെറാപ്പി ചെയ്യുന്നു. സമൃദ്ധയുടെയും മോളുടെയും മുന്നിൽ സന്തോഷം അഭിനയിക്കുമ്പോഴും ഗോകുൽ തകർന്നുകൊണ്ടിരിക്കുക. കോടതിയിലും കേസിലും ഒന്നും ശ്രദ്ധിക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. സമൃദ്ധ എന്നല്ല, ആരെയൊന്നും അറിയിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷം സമൃദ്ധയെ ഗോകുൽ സംരക്ഷിച്ചു. എന്നിട്ടും ഗോകുൽ ആഗ്രഹിച്ചതുപോലെ സമൃദ്ധ അയാളുടെ ഭാര്യയായില്ല. അതിലയാൾക്ക് കടുത്ത നിരാശയുണ്ട്. സമൃദ്ധയൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര മാന്യതയോടെയാണ് ഈ 10 വർഷം അയാൾ സമൃദ്ധയോട് പെരുമാറിയത്. ഒരിക്കലെങ്കിലും മോശമായിട്ടുള്ളൊരു പെരുമാറ്റം ഗോകുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷം സച്ചി സമൃദ്ധയുടെ ഓർമ്മയിൽ ജീവിച്ചപ്പോ ഗോകുൽ സമൃദ്ധയോടൊപ്പം ജീവിച്ചു. ഇതിൽ ആരുടെ ദുഃഖമാണ് വലുത്? എനിക്കറിയില്ല രാജീവ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. പൊയ്ക്കോ. പക്ഷേ അവന്തികയെ പൂട്ടണം. അല്ലാതെ സച്ചിയുടെ കൂടെ ജീവിക്കാൻ അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം?